എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ വഴി നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ തന്നെ കേരളം മുഴുവൻ പരസ്യം ചെയ്ത് നല്ലൊരു വിലയ്ക്ക് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് തെറ്റ് തിരുത്ത് ആധാരം അഥവാ റെക്ടിഫിക്കേഷൻ ഡീഡിനെ പറ്റിയാണ്. ഏതൊരു മനുഷ്യനും എഴുതുമ്പോൾ തെറ്റ് സംഭവിക്കുക സ്വാഭാവികമാണ്. വളരെ സൂക്ഷ്മമായി നമ്മൾ ഒരു തെറ്റുമില്ലാതെ തന്നെ എഴുതേണ്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആധാരം എന്ന് പറയുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ ആധാരത്തിൽ തെറ്റുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആധാരത്തിൽ വരുന്ന ചെറിയ തെറ്റുകൾ പോലും പിന്നീട് വലിയ വിനയായി നമ്മൾക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആധാരങ്ങളിൽ തെറ്റില്ലാതെ നമ്മൾ ആധാരം എഴുതാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ തെറ്റുകൾ ആധാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം നമ്മൾക്കുണ്ട് എന്ന് ഓർക്കുക. ആദ്യം എഴുതിയ ആധാരം തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലെ തെറ്റുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് അതിൽ ഇന്ന രീതിയിലായിരുന്നു വരേണ്ടത് എന്ന് വ്യക്തമായി എഴുതിക്കൊണ്ട് നമുക്ക് ഈ ആധാരത്തിലുള്ള തെറ്റുകൾ തിരുത്തുവാൻ സാധിക്കും. അതിനെയാണ് തെറ്റ് തീർപ്പ് എന്ന് പറയുന്നത്. ഈ തെറ്റ് തീർപ്പ് ആധാരം ആദ്യം നമ്മൾ എഴുതിയ ആധാരവുമായി അറ്റാച്ച് ചെയ്തു വേണം നമ്മൾ സൂക്ഷിക്കുവാൻ. അങ്ങനെ നമ്മൾ തെറ്റ് വരുത്തിയ ആധാരത്തിൽ തെറ്റുകൾ തിരുത്തി വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനെയാണ് തെറ്റ് തീർപ്പ് ആധാരം എന്ന് പറയുന്നത്. ആധാരങ്ങളിൽ വരുന്ന തെറ്റിനെ നമുക്ക് സാധാരണയായി രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാമത്തേത് സാധാരണ ആയി വരുന്ന തെറ്റുകൾ, അതായത് നോർമൽ ഡിഫെക്ട്സ് അഥവാ ലളിതമായ തെറ്റുകൾ. രണ്ടാമത്തേത് മെറ്റീരിയൽ ഡിഫെക്ട്സ് അഥവാ ഗുരുതരമായ തെറ്റുകൾ. ഒന്നാമത്തേത് നോർമൽ ഡിഫെക്ട്സ്, രണ്ടാമത്തേത് മെറ്റീരിയൽ ഡിഫെക്ട്സ്. അടുത്തതായി നമുക്ക് നോർമൽ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഏതൊക്കെ തെറ്റുകളാണ് നോർമൽ ഡിഫെക്ട്സിൽ വരുന്നത് എന്ന് നോക്കാം. ആധാരത്തിൽ നമ്മൾ എഴുതുന്ന സർവേ നമ്പറിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുക, അതുപോലെ സബ് ഡിവിഷൻസ് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുക, കക്ഷികളുടെ പേരെഴുതുമ്പോൾ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക, അതുപോലെ തന്നെ അതിരുകൾ തെറ്റായിട്ട് എഴുതുക, സർവേ നമ്പർ മാറ്റി എഴുതുക, ഇങ്ങനെയുള്ള തെറ്റുകളെയാണ് ഈ നോർമൽ ഡിഫെക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഇത്തരത്തിലുള്ള നോർമൽ ഡിഫെക്ട്സ് ആണ് വരുന്നതെങ്കിൽ വലിയ ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് തിരുത്തി എഴുതാവുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ആരെക്കൊണ്ടാണോ ആധാരം എഴുതിയത് അയാളെ സമീപിച്ചുകൊണ്ട് ഈ ആധാരത്തിൽ ഇന്ന തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ലീഗൽ വൈറ്റ് പേപ്പറിൽ എഴുതിക്കൊണ്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പരിഹാര മാർഗം. ഇത്രാം തീയതി ഇന്ന രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഇത്രാം നമ്പർ ആധാരത്തിൽ ഇന്ന പേജിൽ ഇത്രാമത്തെ സെന്റൻസിൽ ഇതുപോലൊരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു, അതിന്റെ യഥാർത്ഥ വസ്തുത ഇന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. ഇതിനെയാണ് തിരുത്ത് ആധാരം എന്ന് പറയുന്നത്. ഈ തിരുത്താധാരത്തിൽ അതിൽ ഉൾപ്പെട്ട കക്ഷികൾ നമുക്ക് വസ്തു എഴുതി തന്ന ആളും നമ്മൾ സ്വീകരിക്കുന്ന ആളും അതുപോലെ തന്നെ സാക്ഷികളും എല്ലാം ഒപ്പിട്ടുകൊണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നിശ്ചയ ഫീസ് അടച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അത് രജിസ്റ്റർ ചെയ്യുക. അതിന് നിസ്സാരമായ ഫീസ് ആണ് വരിക. അപ്പോൾ നോർമൽ ഡിഫെക്ട്സ് സംഭവിച്ചാൽ ഇങ്ങനെയാണ് അതിനകത്തെ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുക. ഇനി അടുത്തതായി ഗുരുതരമായ തെറ്റുകൾ വന്നാൽ എന്താണ് അതിന്റെ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നോക്കാം. ആധാരം എഴുതുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഏരിയയിൽ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഒരു ഗുരുതര തെറ്റാണ്.
അതുപോലെ തന്നെ ആധാരത്തിൽ ചേർക്കേണ്ട കക്ഷികളെ മുഴുവൻ ചേർക്കാതിരിക്കുക, ഇല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തുക, അതിലുള്ള ആളുകളുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായി പറയാതിരിക്കുക, അടിയാധാരങ്ങളെ കുറിച്ച് പറയാതിരിക്കുക, അതല്ലെങ്കിൽ അടിയാധാരങ്ങളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുക. ഇങ്ങനെയൊക്കെ വന്നാൽ അത് ഗുരുതരമായ തെറ്റായിട്ടാണ് കണക്കാക്കുക. ഇത്തരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസറെയാണ്. അങ്ങനെ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസറെ സമീപിക്കുമ്പോൾ നമ്മളോട് പറയുക, ആദ്യം വാങ്ങിയ അത്രയും സ്റ്റാമ്പ് പേപ്പർ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റാമ്പ് പേപ്പറോ അതുപോലെ തന്നെ ആദ്യം അടച്ച രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ വീണ്ടും അടച്ചുകൊണ്ട് അത് വീണ്ടും രജിസ്റ്റർ ചെയ്യാനായിരിക്കും സബ് രജിസ്ട്രാർ ഓഫീസർ നമ്മളോട് പറയുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം രജിസ്ട്രേഷനു വേണ്ടി ചിലവാക്കിയ തുകയേക്കാൾ കൂടുതലായിരിക്കും രണ്ടാമത് നമ്മൾ തെറ്റ് തിരുത്തി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഫീസായിട്ട് വരിക. ഇതിനു പകരം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജില്ലാ രജിസ്ട്രാറെ സമീപിക്കുക എന്നുള്ളതാണ്. ജില്ലാ രജിസ്ട്രാറെ സമീപിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോർമൽ ഡിഫക്ട്സിന് നമ്മൾ ചെയ്തതുപോലെ ഒരു ആധാരം എഴുത്തുകാരെ കൊണ്ടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ കൊണ്ടോ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് അതിന്റെ ഒറിജിനൽ ആധാരത്തിന്റെ കോപ്പിയും മുന്നാധാരങ്ങളുടെ കോപ്പികളും കൂടി ജില്ലാ രജിസ്ട്രാർക്ക് സമർപ്പിക്കുക. ജില്ലാ രജിസ്ട്രാർക്ക് സമർപ്പിക്കുമ്പോൾ കവറിംഗ് ലെറ്ററിൽ ഈ തിരുത്താധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ ഫീസ് എത്രയാണ് എന്ന് നിശ്ചയിച്ച് തരിക എന്നുകൂടി എഴുതിയേക്കുക. ഇത്തരത്തിലുള്ള അപ്പീലുകൾ സമർപ്പിക്കുമ്പോൾ അതിന് നിശ്ചയ ഫീസ് അടയ്ക്കേണ്ടതുണ്ടാകും. 50 രൂപയോ അതൊരു ചെറിയ നിശ്ചിത ഫീസ് അടയ്ക്കേണ്ടതുണ്ടാകും. ആ ഫീസ് നമ്മൾ അടയ്ക്കുക. നമ്മൾ ഡോക്യുമെന്റ്സ് സമർപ്പിച്ചതിനു ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ വിവരം ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ സമർപ്പിച്ച ആ തിരുത്താധാരത്തിൽ ജില്ലാ രജിസ്ട്രാർ സീൽ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇത്ര രൂപ ഫീസ് അടയ്ക്കണം എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഡോക്യുമെന്റ്സുമായിട്ട് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകുക. അവിടെ ജില്ലാ രജിസ്ട്രാർ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടിയും മറ്റു ഫീസുകളും അടച്ചുകൊണ്ട് നമുക്ക് ആ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കിട്ടുന്ന ഡോക്യുമെന്റ് നമ്മൾ ആദ്യത്തെ ആധാരത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം മറ്റു കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കേണ്ടത്. ഇതിനെയാണ് ഒരു തെറ്റ് തീർപ്പ് ആധാരം അഥവാ റെക്ടിഫിക്കേഷൻ ഡീഡ് എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ ഡീഡുകൾ എപ്പോഴും അതിന്റെ ഒറിജിനൽ ആധാരത്തിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെറ്റ് തീർപ്പ് ആധാരം അഥവാ റെക്ടിഫിക്കേഷൻ ഡീഡിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്